വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ കിച്ചണാണ് നമ്മുടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നമുക്കിതൊരു സെക്കൻഡ് പാർട്ടുണ്ട് മേക്ക് ഓവർ വീഡിയോന്റെ. അപ്പൊ ആ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിലല്ല, വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ അതിന് മുന്നത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വോയിസ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു വീഡിയോ ക്ലിപ്പാണ്, എഡിറ്റ് ചെയ്യാത്ത ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ ഇട്ടുപോയത്. 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അബദ്ധം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായത്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ്. അപ്പൊ എല്ലാവരോടും ആദ്യമേ ഒരു സോറി പറയാണ്. അപ്പൊ നമുക്കിതാ കിച്ചൺ മേക്ക് ഓവറിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം, 2ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് ഏറ്റവും ഫൈനൽ സ്റ്റേജ് വരെ കണ്ടതല്ലേ. നമ്മള് മീഷോയിന്ന് അയൺ സ്റ്റീൽ റാക്ക്, കാസ്റ്റ് അയൺ റാക്ക് ഇതൊക്കെ മേടിച്ചു വെച്ചു, ക്ലീൻ ആക്കി, മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ നമ്മൾ നടത്തി. പിന്നെ നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ച വേറൊരു സാധനമാണ് ഈ ഒരു റാക്ക്. ഈ ഒരു വുഡൻ റാക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. വെറും 501 രൂപയുടെ ആ ഒരു ഓഫറിന്റെ ടൈമിലാണ് എനിക്കിത് കിട്ടിയത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള 2 ചേട്ടന്മാര് തന്നെയാണ് കേട്ടോ നമുക്കിത് ചെയ്തു തരണം. നമ്മൾ എന്താവശ്യത്തിന് വിളിച്ചാൽ ഓടി വന്ന് ചെയ്തു തരുന്ന ആൾക്കാരാണ് രാജൻ ചേട്ടനും മുരളി ചേട്ടനും. അപ്പൊ നമ്മൾ ഈ ഒരു കോർണറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഭിത്തിയോട് ചേർത്ത് അങ്ങ് വെക്കണം എന്നായിരുന്നു. പക്ഷെ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെ വെച്ചാൽ എന്തായിരിക്കും, കയ്യെത്തില്ല, അതുപോലെ തന്നെ സ്ക്രൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ നമ്മൾ അറിവുള്ളവർ പറയണത് കേൾക്കണമല്ലോ, എക്സ്പീരിയൻസ് ഉള്ളവർ പറയണത് കേൾക്കണമല്ലോ. അപ്പൊ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് അവിടെ ഒരു കോർണർ സ്റ്റാൻഡും കൂടി നമുക്ക് ഭിത്തിയിൽ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഡിസ്റ്റൻസിന് മുരളി ചേട്ടനും രാജൻ ചേട്ടനും കൂടി എനിക്കിതാ നമ്മുടെ വുഡൻ റാക്ക് സെറ്റാക്കി തന്നു. ഞാൻ അപ്പം തന്നെ അതിൽ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം നമുക്ക് നോൺ മോഡുലർ കിച്ചൺ ആയതുകൊണ്ട് എൻ്റെ ആ മരത്തിൻ്റെ കുഞ്ഞലമാരിയിലാണ് ഈ വക സാധനങ്ങളും ടിന്നുകളും ഒക്കെ വെക്കണത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങണം. ഇതിപ്പോൾ എൻ്റെ കയ്യെത്തും ഭാഗത്തെല്ലാം, എൻ്റെ കയ്യെത്തും ദൂരത്തെല്ലാം കിട്ടുന്ന രീതിയിൽ എനിക്ക് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മീഷോയിൽ നിന്ന് ലാസ്റ്റ് മേടിച്ച പ്രോഡക്റ്റ്. അപ്പം ഇത്രയാണ് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ്. അതിപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമായിട്ട് തോന്നണം എന്നില്ല, പക്ഷെ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാനത് ഒരു 3 കുട്ടി ക്രാഫ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. ഇതേപോലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ക്രാഫ്റ്റ് ഒക്കെ എന്തായാലും ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ നമ്മൾ കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു റൗണ്ട് കളറിൽ ഒരു ട്രേ ഉണ്ടല്ലോ, എന്തിനെ പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. ആ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ലേ. അപ്പം അതിൽ ഞാൻ നന്നായിട്ട് നമ്മുടെ വൈറ്റ് കളറിലെ പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാണ്ട് ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഒരു ടെക്സ്ചർ പോലെ ഇങ്ങനെ വരും. നമ്മൾ ഭിത്തിയിലൊക്കെ ചെയ്യുമല്ലോ, എന്താ പറയുക, അതേപോലെ ഒരു ടെക്സ്ചർ പോലെ ഇങ്ങനെ വരും. അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ ഒരു ബൈബിൾ കോട്ട് എഴുതാണ്. അതായത് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഇതിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് ഞാനത് പേന വെച്ച് എഴുതിയിട്ടുണ്ട്. ഗിവ് us this day our daily ബ്രെഡ്, അതായത് അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ക്രിസ്ത്യൻ പ്രയറിലെ ഒരു വാക്കാണ്, ബൈബിളിലെ ഒരു വചനമാണ്. അപ്പം ഞാൻ അത് എഴുതി വെക്കുകയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പല കളറിൽ ഞാനത് പെയിന്റ് അടിക്കുകയാണ്. ഈ സംഗതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പുറകിൽ ഞാനൊരു കാര്യം എഴുതും, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. പക്ഷെ ആരും പറഞ്ഞില്ല കേട്ടോ. പോട്ടെ, സാരില്ല, നമ്മൾ പറയണതൊക്കെ കേൾക്കാൻ അത്ര ആൾക്കാരുണ്ടാവുള്ളായിരിക്കാം. പോട്ടെ, കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞാട്ടോ. ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട് അവിടെ, അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം. അത് ഫസ്റ്റ് ക്രാഫ്റ്റ്. ഇത് 2ാമത്തെയാണ്. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോഴത്തേനും എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഹോം സ്വീറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വോൾ ഹാങ്ങിങ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അതേപോലെ ഒരു ഐറ്റാണ്. ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഹൊറിസോണ്ടലായിട്ട് 4 എണ്ണം വീതം 3 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നടുക്കത്തിൽ 4 എണ്ണം ഇല്ല കേട്ടോ, 3 എണ്ണം ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് അതൊന്ന് സെറ്റായി പയ്യൊന്ന് ഉണങ്ങി വന്നപ്പോഴത്തേനും ഒരു സിൽവർ വൈറ്റ് കളറിലെ നമ്മുടെ ഫാബ്രിക് പെയിന്റ് അതിലേക്ക് ഇങ്ങനെ
അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മീതെ ഒരു ബ്രൗൺ കളറും കൂടി ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് വന്നാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്നിട്ട് ഞാൻ അതിൽ മൈ യൂട്യൂബ് ചാനൽ അടുക്കളയിൽ നിന്നും ഡെയിലി വ്ളോഗ്സ് ആൻഡ് റൊട്ടീൻ എന്നാണ് എഴുതിയത്. കാരണം എനിക്ക് എൻ്റെ ചാനൽ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. നിങ്ങളും എനിക്ക് ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതാ എനിക്ക് നമ്മൾ ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ ഞാൻ പറയില്ല, എനിക്ക് യൂട്യൂബ് എന്നത് വലിയൊരു ഡ്രീമാണ്. അതൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഇത്രയും പേരായപ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. ഇനിയും കുറേ സന്തോഷം വരുന്നെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോരട്ടെ അല്ലേ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ അടുക്കളയിൽ നിന്നും അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരിതുപോലെ എഴുതിയിട്ട് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മൂന്നാമത്തെ ക്രാഫ്റ്റാണ്. നമ്മളുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഇതൊരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കംഫോർട്ട്, സ്റ്റിഫ്, അതിൻ്റെയൊക്കെ കുപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കവർ ഇങ്ങനെ കളഞ്ഞ ശേഷം നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കംഫോർട്ടിൻ്റെ കുപ്പിയാണ് കുറച്ചും കൂടി അടിപൊളിയെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റിഫിനെക്കാളും. അപ്പോൾ എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കുകയാണ്. പക്ഷേ എനിക്ക് വരച്ച പോലെ വെട്ടിയെടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കത്രികയ്ക്ക് വലിയ മൂർച്ച ഉണ്ടായിരുന്നില്ല. നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ നല്ല ഷേപ്പിൽ വെട്ടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് ഞാൻ വിചാരിച്ച പോലെ ആ ഒരു 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 ആർച്ച്, ഒരു ഹമ്പ് പോലെ ഞാൻ വരച്ചില്ലേ, അതെനിക്ക് ഇതാക്കിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലെ കംഫർട്ടൊക്കെ പുറത്തേക്ക് വീഴാണ് കേട്ടോ, സ്റ്റിഫൊക്കെ പുറത്തേക്ക് വീഴാണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വൃത്തികേട് പോലെ തോന്നിയിട്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു, ലെവൽ ചെയ്ത് ആക്കിയെടുത്തു. എന്നിട്ടൊരു കുഞ്ഞു ഹോള് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഭിത്തിയിലൊരു ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിടുന്ന ഒരു സംഗതി ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്കിതൊരു ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ലൈറ്ററാണ് ഇട്ട് വയ്ക്കാൻ പോണത്. എന്നിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ വോൾ സ്റ്റിക്കേഴ്സ് ആണ്. വോൾ സ്റ്റിക്കേഴ്സ്, വാൾ ഹുക്കോ എന്തെന്നെ പറയാ, ഇതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണത്. ഞാൻ നേരത്തെ ഒട്ടിച്ചൊരു സ്റ്റിക്കറിൻ്റെ ഒരു പാതി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ ബാക്കിയാണ് കേട്ടോ, അതങ്ങോട്ട് പറിച്ചങ്ങോട്ട് പൂരണില്ല. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങും. ഇതേപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അതങ്ങോട്ട് പൊളിച്ച് കളഞ്ഞിട്ട് അമർത്തി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ നമ്മുടെ ലൈറ്റർ ഇല്ലേ, സാധാരണ ലൈറ്ററാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും കാണാണ്ടാവുന്ന ഒരു സാധനമാണല്ലോ ഇത്. നമുക്ക് വേണമെങ്കിൽ ചെടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഹാങ് ചെയ്ത മാതിരി അവിടെ തന്നെ ഇരുന്നോളും. അപ്പം ഇതാണ് എൻ്റെ മൂന്നാമത്തെ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഞാൻ ഈ ഡോറയിലാണ്. കിച്ചണിലേക്ക് ആദ്യം കയറി വരുമ്പോൾ കാണുന്നത് ഈ ഡോറാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈ ഇതേ ബൈബിളിലെ വചനവും അതേപോലെ ഈ ഒരു കുഞ്ഞ് ഹാങ്ങിങ് ഞാൻ തൂക്കുന്നത് ഈ ഡോറിലാണ് കേട്ടോ. ഇത് സെയിം ഈ സ്റ്റിക്കർ തന്നെയാണ്, വോൾ സ്റ്റിക്കർ തന്നെയാണ്, അല്ല ഹുക്ക് തന്നെയാണ് ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി, തൂക്കിയിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കുഞ്ഞൊരു ഹോളിട്ട ശേഷം ഇതേപോലെ ഹാങ് ചെയ്തിട്ട് ഞാൻ ആ ഡോറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നല്ല കേട്ടോ. എൻ്റെ കുഞ്ഞടുക്കള മനോഹരമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ കയ്യിലെ കൊച്ചു കൊച്ചു പണികളാണ് ഇതൊക്കെ. ഇതിലും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിൻ്റെ മാത്രമായിട്ടുള്ള ചാനലുകളുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും ഇതിനെപ്പറ്റിയുള്ളൊരു അറിവൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് പണിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഹാങ് വെക്കാൻ വേണ്ടി 2 വോൾ ഹുക്ക് വേണം. അപ്പം ഞാൻ 2 ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കിച്ചൺ മേക്ക് ഓവറിൻ്റെ കുട്ടി ക്രാഫ്റ്റൊക്കെ ഇത്രയേ ഉള്ളൂ. കൂടുതലൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി, പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതിൻ്റെ, വേറെ വീഡിയോ എടുക്കാനുള്ളതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എല്ലാം കൂടി പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ഫൈനൽ ലുക്ക്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കിച്ചണിൽ ഞാൻ ചെയ്തത്. ഈ ഒരു വുഡൻ റാക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അതുപോലെ ക്ലീൻ ആയി കിടക്കുന്ന കിച്ചൺ കാണുക എന്നുള്ളത് തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വീട്ടമ്മമാർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന ആരെങ്കിലും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് പോയിട്ട് ഒന്ന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഇച്ചിരി വിഷമമുള്ള കാര്യമല്ലേ. കാരണം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിന് ഇച്ചിരി വേദനിപ്പിക്കും അല്ലേ. അപ്പോൾ ആരും അങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കണ്ട, നമുക്ക് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും.
വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക് യു. അടുത്ത മേക്ക് ഓവർ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു കിച്ചണിൽ നിന്ന് അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.